വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചേക്കാം, ഈ റിലീജിയൻ അഥവാ ഇത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന റിലീജിയൻ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ എല്ലാ റിലീജിയനും കാലാകാലങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൊസൈറ്റിയെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലാതെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞാൽ, തീവ്രവാദം ഏറ്റവും കൂടുതൽ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു സൂചന ഞാൻ തരുന്നത്. ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സൂപ്പർ നാച്ചുറലിന് വേണ്ടിയിട്ട്, അതായത് പിന്നെ ഇത്രയും എഫക്റ്റീവായിട്ട് നിയമം പാലിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പം, അതായത് മാനവീയതയ്ക്ക് മുകളിൽ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുമ്പം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ പ്രശ്നങ്ങളാണ് ഈ ഒരു തീവ്രവാദപരമായ അൺജസ്റ്റിഫൈഡ്, അതായത് കാരണം ഈ സൂപ്പർ നാച്ചുറലിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അത് അൾട്ടിമേറ്റ് ആണ്. പക്ഷെ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ഹ്യൂമൻ ഓറിയന്റഡ് ആണ്. അപ്പം ഹ്യൂമനും ഈ ഒരു സൂപ്പർ നാച്ചുറലും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് വരുന്നത് പറഞ്ഞാൽ, തെറ്റ് ശരി ഇതൊക്കെ വിലയിരുത്തുന്നതിനോടുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉദിക്കുന്നുണ്ടെന്നുള്ളത്. OIC സംഘടനകളെല്ലാം കൂടിച്ചേർന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പോയി ഒപ്പിട്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കിടക്കുന്ന മുസ്ലിംസ് എല്ലാം വിചാരിക്കും സൗദി അറേബ്യയും ഇറാനും കൂടെ അങ്ങ് ചേർന്നിട്ട് ഇവർ പിന്നെ നമ്മുടെ ഗാസയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗാസയുടെ ജനങ്ങൾക്ക് ഒരു ഫ്രീ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലാണ് പലരും ഇതിനെ ധരിക്കുക. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. പ്രത്യക്ഷത്തിൽ ഇതൊരു കാരണം മാത്രമാണ്. അവർക്ക് ഈ മീറ്റിംഗ് കൂടി ഇങ്ങനെ പോയിന്റുകളൊക്കെ ഉണ്ടാക്കി ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം മാത്രമാണ് ഗാസ. ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ ഒത്തുകൂടി എന്തിനാണ്? പെട്ടെന്ന് ട്രംപ് ജയിച്ചപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും കത്തി ജെറുസലേം അനക്സ് അവിടെ നിൽക്കുകയാണ്. കാരണം ഈ വെസ്റ്റ് ബാങ്ക് പിന്നെ ഇസ്രയേലുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു അനക്സേഷൻ വെയിറ്റിംഗിലാണ്. കുറെ നാളായിട്ട് അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇസ്രയേൽ വേണമെങ്കിൽ അതിനെ എപ്പോൾ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. ഈ അറബ് രാഷ്ട്രങ്ങളൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇവരാരും തന്നെ ഒന്നും ചെയ്യാനില്ല. ഇവർ അത്രമാത്രം എഫിഷ്യൻറ്റും അല്ല, അത്രമാത്രം ഇവർ മിലിറ്ററി വൈസും യൂണിറ്റി വൈസും ഇവരാരും അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് പ്രോക്സികളെ വെച്ചുള്ള യുദ്ധം മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ. ഏറി വന്നാൽ തീവ്രവാദപരമായിട്ടുള്ള നടപടികൾ മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ. നേരിട്ടുള്ള വാറിനൊന്നും ഇവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല. എന്തിനു വേദം ഇവരെ സൗദി അറേബ്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള കുറെ രാജ്യങ്ങൾ ചേർന്ന് യമനിൽ പോയി ഹൂത്തികൾ അടിക്കാൻ പോയിട്ട് ആ ചെറിയ ഗ്രൂപ്പായിട്ടുള്ള ഹൂത്തികളെ പോലും ഒരു വിക്ടറി എന്നുള്ള നിലയിൽ അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവിടെ വിജയിക്കാനൊന്നും പറ്റിയില്ല. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇത്രയും വലിയ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സൗദി അറേബ്യയ്ക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ഹൂത്തീസ്. ആ പ്രോക്സികളെ നടത്തുന്ന ആരാണ്? ഇറാനാണ്. ആ പ്രോക്സികൾക്ക് ഫണ്ടിങ് ആരാണ്? ഇറാനാണ്. ഈ സൗദി എന്ത് കണ്ടിട്ടാണ് ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നുള്ളത്? രണ്ട് വിഷയങ്ങളാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. ഒന്ന്, ഇറാൻ നല്ലൊരു ശക്തിയായിട്ട് ഇസ്രയേലിന്റെ നേർക്ക് ഒരു 181 അതുപോലെ ഒരു 200+ മിസൈലുകളൊക്കെ വിട്ട് നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ഒന്ന് കൂട്ട് നിൽക്കുന്ന ഒരു ഈ ഒരു തരത്തിൽ, അതായത് ഇറാൻ ചെയ്ത രീതിയിൽ ഒരു അറ്റാക്ക് സൗദി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു രീതിയിൽ സൗദിക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇറാനുമായിട്ട് ഒന്ന് ചേർന്നൊക്കെ നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ എല്ലാത്തിനും കൂടെ ചേർത്ത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു ചെക്ക് അങ്ങ് വെച്ചിരിക്കുകയാണ്. ആ ചെക്ക് എന്ന് വെച്ചാൽ മാസ് ചെക്കാണ്. ഇസ്രായേൽ വെച്ചിരിക്കുന്ന ഒരു ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചെക്ക്. ഇവരെല്ലാവരും കൂടെ കൂട്ടം ചേർന്നൊന്നും ഒപ്പിട്ടില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ശരിക്കും വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ എടുക്കാൻ പാടില്ല എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ്. അതായത് ആ അൽ ഖുദ്സ്, അതായത് ആ ടെമ്പിൾ മൗണ്ട്, അൽ അക്സ മോസ്ക്, ആ സ്ഥലം ഇസ്രായേൽ കൈയടക്കുമോ എന്നുള്ള, ഇസ്രായേൽ പിടിച്ചടക്കുമോ എന്നുള്ള പേടിയിലാണ് ഇവരെല്ലാവരും കൂട്ടം ചേർന്ന് ഒപ്പിട്ടത്. റെസൊല്യൂഷൻ പാസ്സാക്കി ഒപ്പിട്ട്. ശരി, അങ്ങനെയെങ്കിലും അവർക്ക് തടയാൻ കഴിഞ്ഞെങ്കിൽ നല്ലത്. ഞാൻ ഇനിയിപ്പോൾ ആ പള്ളിയുടെ കാര്യം പറയാം. ആ പള്ളിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ പള്ളിയുടെ കാര്യത്തിലും ആ പള്ളിക്കും മുസ്ലിംസിനും ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. ഈ പള്ളിയെക്കുറിച്ച് മിഹ്റാജ് എന്ന് പറഞ്ഞ ഒരു യാത്ര നടത്തി, അതായത് പ്രോഫറ്റ് മുഹമ്മദ്, അതായത് മുസ്ലിംസിന്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി, അതായത് ഒരു ദിവസം ഉറങ്ങി കിടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തെന്നും ആ യാത്രയുടെ പേരാണ് മിഹ്റാജ് യാത്ര എന്ന് പറയുന്നത്. ഈ മിഹ്റാജ് യാത്ര എന്ന് പറയുന്നത് ഒരു ബുറാക്ക് എന്ന് പറഞ്ഞുള്ള വാഹനത്തിൽ കയറി, അതായത് അതിന് അനിമലിന്റെ ബോഡിയും ഹ്യൂമന്റെ ഫേസും ഉള്ള ഒരു തരം വാഹനമാണത്. ചിറകൊക്കെ ഉണ്ട്, ഗോൾഡൻ കളർ ചിറകൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ആ ഇമേജ് ഇവിടെ ഒരു ഇതിനു വേണ്ടി കൊടുക്കാം. ഇതാണ് ബുറാക്ക്. ആ വാഹനത്തിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തതായിട്ടും അവിടെ പോയിട്ട് ഓരോ പ്രവാചകന്മാരെ പോകുന്ന വഴിയിൽ കാണുന്നതായിട്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നിന്നാണ് ഈ നിസ്കാരം, ഈ ഒരു പ്രാർത്ഥന അവിടെ നിന്നാണ് വേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതായിട്ടും, അത് ഒരു ദിവസം എത്ര 50 തവണയായിരുന്നെന്നും പിന്നെ അത് ചുരുക്കി വീണ്ടും താഴോട്ട് വരുമ്പം പല ഘട്ടങ്ങളായിട്ട് മൂസാ നബിയെ കാണുന്നു, അതായത് മോസസിനെ കാണുന്നു. പിന്നെ അടുത്ത് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കാണുന്നു. അവരെ തിരിച്ച് പറഞ്ഞു വിടുകയാണ്, നിന്റെ സമൂഹത്തിന് ഇത്രയും നിസ്കാരം പറ്റില്ല, അപ്പൊ അതുകൊണ്ട് നീ പോയിട്ട് ഒന്നുകൂടെ പടച്ചവൻ്റെ അടുത്ത് ചോദിക്കൂ, ഇതേപോലെ കുറച്ച് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥന കുറച്ചായിട്ട് കുറച്ച് കൊടുത്തിട്ടാണ് ഒരു ദിവസം 5 വട്ടം പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അതും ഒരു പ്രവാചകൻ പറഞ്ഞത്, ഇതും നമ്മുടെ ജനം ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ ഇതും പോയി കുറയ്ക്കെന്ന് പറഞ്ഞതായിട്ടും അവസാനം മുഹമ്മദ് നബി തന്നെ തീരുമാനിച്ചില്ല, ഇനി എനിക്ക് പോയി ചോദിക്കാൻ, പടച്ചവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ നാണക്കേടാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി
ഇതങ്ങ് ഉറപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി ആയിട്ട് ഉറപ്പിച്ചതാണ് ഈ 5 വട്ടം ഈ നിസ്കാരം എന്ന് പറഞ്ഞ പ്രാർത്ഥന. ഇതാണ് ഈ മിഹ്റാജിന്റെ ഒരു കഥയായിക്കോട്ടെ, വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഇസ്ലാമിക ലോകത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ മിഹ്റാജ് യാത്ര പോയി വന്ന സ്ഥലം ഈ ഒരു അൽ അക്സ മോസ്ക്, ഈ ടെമ്പിൾ മൗണ്ട് ഇരിക്കുന്ന സ്ഥലമാണ് ആ ഒരു മിഹ്റാജ് യാത്രയിൽ പരാമർശിക്കപ്പെടുന്നത്. ഈ ഒരു പരാമർശമാണ് മുസ്ലിംസിനെ ഈ ഒരു സ്ഥലവുമായിട്ട്, ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ജെറുസലേമിൽ ഈ ഒരു ഖുദ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ. പക്ഷെ ഇതിനെക്കുറിച്ച് ഇസ്ലാമിക ലോകത്ത് തന്നെ തർക്കമുണ്ട്, പല ഹദീസുകളിലും വ്യത്യാസമുണ്ട്. ആയിഷയുടെ അടുത്താണ് അന്ന് കിടന്ന് ഉറങ്ങിയിരുന്നത്. ആയിഷയാണെങ്കിൽ രാവിലെ തൊട്ട് നോക്കിയപ്പോൾ അവിടെ ചൂടുണ്ടായിരുന്നു സ്ഥലത്ത്, അതായത് പ്രോഫറ്റ് മുഹമ്മദ്, അതായത് ഈ മുഹമ്മദ് നബി കിടന്ന് ഉറങ്ങിയ സ്ഥലത്ത് ചൂടുണ്ടായിരുന്നു, ബോഡി ഹീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയതാണെന്നും അത് സ്വപ്നമാണെന്നും അങ്ങനെയൊക്കെയുള്ള ഇത് സ്വപ്നമാണെന്ന് ഒരു കൂട്ടരുണ്ട്, സ്വപ്നമല്ല ഇത് റിയൽ ആയിട്ട് യാത്ര ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി പൊതുവിലെ മുസ്ലിമുകൾ ഈ ഒരു മിഹ്റാജ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആഘോഷിക്കുന്നുണ്ട്. അത് ഇതിന്റെ പേരിലാണ് ആഘോഷിക്കുന്നത്. ഇതാണ് ഈ ഒരു അൽ അക്സ മോസ്കും, അതായത് ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ജൂവിഷിന്റെ ഈ ഒരു പുണ്യസ്ഥലവും മുസ്ലിംസിന്റെ ഈ ഒരു പുണ്യസ്ഥലവും, ഇതും ഒരു പുണ്യസ്ഥലമായിട്ടാണ് കരുതുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഇവർ ഈ നിസ്കരിക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്, ഈ പ്രാർത്ഥന, മുസ്ലിംസ് എല്ലാം പ്രാർത്ഥന ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് കഅബ എന്ന് പറയുന്ന സൗദിയിലെ മക്കയാണ് ഡയറക്ഷനായിട്ട്, പ്രെയർ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് മക്കയ്ക്ക് മുൻപ് ഈ പ്രവാചകൻ, അതായത് ഈ ഒരു പ്രോഫറ്റ് മുഹമ്മദ് ഈ ഒരു മിഹ്റാജ് യാത്ര നടത്തി അവിടെ വന്ന് ലാൻഡ് ചെയ്തെന്നും അവിടെ ഇരുന്നാണ് പുള്ളി ഈ ഒരു ഡയറക്ഷൻ മാറ്റിയത്, പ്രെയർ ഡയറക്ഷൻ. ഇനി മുതൽ പ്രെയർ ഡയറക്ഷൻ മക്ക കഅബയായിരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനം അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ആ മൊമെന്റിൽ തന്നെ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഏത് ഈ ഒരു മിഹ്റാജ് യാത്ര ചെയ്ത് വന്ന് നടത്തി കാലൂന്നി എന്ന് പറയപ്പെടുന്ന ഈ ഒരു അൽ അക്സ മോസ്കിന്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ഇതിൽ ഓൾറെഡി മൾട്ടിപ്പിൾ ആൾക്കാർ ഇതിന് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ജൂവിഷ് നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള അവകാശമുണ്ട്, അവർക്ക് ചരിത്ര പശ്ചാത്തലമുണ്ട് അതിനോട്. അതേസമയം ഇത് സോളമന്റെ കാലത്ത് പണിതതാണെന്ന് അവരുടെ ചരിത്രപരമായിട്ട് അവർ പറയുന്നുണ്ട്. അതിനുശേഷം ഇത് ഹെറോദിന്റെ കാലഘട്ടത്തിൽ, ജീസസ് ക്രൈസ്റ്റിന്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഹെറോദിന്റെ കാലഘട്ടത്തിലാണ് ഇതിന്റെ ചുമരുകളെല്ലാം പണിയുന്ന, ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് പണിതെടുക്കുന്നുള്ള ഹിസ്റ്ററിയും പശ്ചാത്തലമൊക്കെ ഇവർക്കുണ്ട്. അതിൽ കൂടെ ബാബിലോണിയന്റെ അറ്റാക്ക്, റോമൻസിന്റെ അറ്റാക്ക്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ അത്രയും സ്ട്രോങ് പശ്ചാത്തലമുള്ളത് ജൂവിഷനാണ്. പക്ഷെ അവർ ഇതുവരെ അവിടെ ഒരു ടെമ്പിൾ പണിയണം എന്നുള്ള ഒരു അജണ്ടയൊന്നും അവർ പുറത്ത് കാണിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഏതൊരു വിശ്വാസം കൊണ്ടുനടക്കുന്ന ആൾക്കാരും അവർക്ക് ഒരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. ഒരു പ്രെയർ ഡയറക്ഷനായിട്ട് കുറച്ചു കാലം ഇരുന്ന സ്ഥലം അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു പ്രെയർ ഡയറക്ഷനോട്ട് മാറ്റിയ ശേഷം പിന്നെയും നമ്മൾ ഇവിടെ അവകാശം പറഞ്ഞുകൊണ്ട് അടികൂടേണ്ട വല്ല ആവശ്യമുണ്ടോ? മിഹ്റാജ് എന്ന് പറഞ്ഞ പ്രോഫറ്റ് മുഹമ്മദിന്റെ സ്വർഗീയ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം മുസ്ലിംസ് ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അത് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പീസ് ട്രീറ്റിയിൽ ഒന്നായിരിക്കും ഈ ഒരു ട്രീറ്റി. അത് നടന്നാൽ മാനവികതയുടെ ഏറ്റവും ഉന്നതയിൽ മനുഷ്യൻ എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇസ്രയേലിന്റെ പശ്ചാത്തലം ഞാൻ പറയാം. ഇസ്രയേലിന് അത്ര എളുപ്പമാണോ ഇവിടെ ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് പെട്ടെന്ന് ഒരു സിനഗോഗോ അല്ലെങ്കിൽ ഒരു ടെമ്പിൾ മൗണ്ട്, സോളമന്റെ ടെമ്പിളോടെ പണിയാൻ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു. നിലവിലെ ഇസ്രയേലിന്റെ പശ്ചാത്തലം അനുസരിച്ച് അത്ര എളുപ്പമല്ല. ഇസ്രയേലിന്റെ ഉള്ളിൽ ഞാൻ ഈ പൊളിറ്റിക്കൽ ഡെമോഗ്രഫി നോക്കുക, ഒരു നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന അതിതീവ്ര ജൂവിഷ് ചിന്താഗതിയുള്ള കുറെ ആൾക്കാരുണ്ട്. അത് കൂടാതെ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഉണ്ട്, അവർ 50-50 ആണ്. അവർക്ക് വേണം, എന്നാൽ അത്ര തീവ്രമായിട്ട് വേണ്ട, ആ ഒരു നിലപാടാണ്. ഇനി അറബ് കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിംസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇസ്രയേലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വോട്ടവകാശമുള്ള ആൾക്കാർ വരെ ഉണ്ട്. വിവിധ തരത്തിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ടെമ്പിൾ മൗണ്ടിൽ ഒരു ജൂവിഷ് സിനഗോഗ് അവർക്ക് പണിയണം എന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് പണിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് പണിയാന്നേ ഉള്ളൂ, പണ്ടേ പണിയാന്നേ ഉള്ളൂ. അവര് ഇത് അവരുടെ പാർലമെന്റിൽ വെച്ചിട്ട് ഇതിന് അപ്രൂവൽ കിട്ടണം. ഇത് വലിയ പണിയുള്ള ഏർപ്പാടാണ്. പിന്നെ അവിടെ ഒരു പള്ളി പണിയണം എന്നുണ്ടെങ്കിൽ ഇസ്രയേലിന് പണ്ടേ പണിയായിരുന്നു. ഇനി ഈ ഒരു ജെറുസലേം അഥവാ ഈ ഒരു വെസ്റ്റ് ബാങ്ക് മൊത്തം ഇസ്രയേലിനോട് അനക്സ് ചെയ്യപ്പെടുന്നുവെങ്കിൽ, ഇസ്രയേലിനോട് ചേർക്കപ്പെടുന്നുവെങ്കിൽ പോലും അവിടെ സമീപ ഭാവിയിലൊന്നും ഒരു സിനഗോഗ്, അതായത് ഒരു ജൂവിഷ് ടെമ്പിൾ പണിയാനുള്ള ഒരു ഏർപ്പാട് അതിന് ഇസ്രയേൽ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കാരണം ഇവർ അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സൈൻ ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും ഇസ്രയേലിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഇവന്മാർ ഉടനെ പെട്ടെന്ന് ചാടിക്കെട്ടിപ്പോയി ഒരു സൈൻ ഇട്ട് 10-38 ഇതൊക്കെ ഉണ്ടാക്കി അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്ത സൗദി അറേബ്യ ഒരുപാട് ബെനിഫിറ്റുകൾ ഇസ്രയേലിൽ നിന്ന് നേടാനുള്ള ഒരു രാജ്യമാണ്. അവരൊക്കെ പോയി ഇതിനകത്ത് പോയി ഒപ്പിട്ട് ഇപ്പൊ സൗദി അറേബ്യയുടെ ഒരു വീക്ക് പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സൗദി അറേബ്യയുടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി നോക്കുന്നത്
USA ത്രൂ ഇസ്രയേലുമാണ്. ഇസ്രയേലിൻ്റെ പെഗാസസ് ആണ് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ പിന്നെ എന്താണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനേക്കാളും ബന്ധം സൗദി അറേബ്യയ്ക്ക് ഇസ്രയേലുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇറാൻ ഒരിക്കലും സൗദി അറേബ്യയുടെ സെക്യൂരിറ്റി സിസ്റ്റം നോക്കുന്നില്ല. എല്ലാ ഫ്ലൈറ്റ് കമ്പനികളും ടെല്ലവീവിലിൻ്റെ, അതായത് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിലിൻ്റെ സർവീസ് റദ്ദാക്കി കഴിഞ്ഞു. ഓൺലി വൺ കൺട്രി UAE ഫ്ലൈ ദുബായ് സർവീസ് ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദുബായിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു ഫ്ലൈറ്റ് സർവീസ് ഇസ്രയേലിലേക്ക് ഫ്ലൈ ദുബായ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും ഫ്ലൈറ്റ് സർവീസ് ഇല്ല. പക്ഷേ ദുബായിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ട് ടെല്ലവീവിലേക്ക്. UAE അബ്രഹാം അക്കോർഡ് വ്യതിചലിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് തയ്യാറല്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ഫ്ലൈറ്റും കൂടെ സർവീസ് നടത്തുന്നുണ്ട് ഇത്തിഹാദ് എയർവേസ് അബുദാബിയുടെ. പിന്നെ റെയറായിട്ട് 1-2 സർവീസുകളൊക്കെ ഉണ്ട്. പിന്നെ LAR എന്ന് പറഞ്ഞ ഇസ്രയേലിൻ്റെ തന്നെ സർവീസാണ് അവിടെ നടക്കുന്നത്. ഇതാണ് സമഗ്രമായിട്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ഇതിലിപ്പം പെട്ട് നിൽക്കുന്ന സൗദിയാണ്. ഇവർ എന്തിനിപ്പം നമ്മൾ ഈ OIC കൂടി ഒപ്പിട്ടു എന്നുള്ള നിലയിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.